ഞാൻ നാട് വിടാൻ പോവാണ്. അതെ ഗൈസ്, ഞാൻ നാട് വിടുവാണ്. എത്ര ദിവസത്തേക്കാണ് ഒരു ഐഡിയ ഇല്ല. ഇതെനിക്കൊരു ചലഞ്ചാണ്. ഇപ്പൊ സമയം 3:30 ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇറങ്ങും. നമ്മളിൽ കുറച്ചുപേരെങ്കിലും ഇപ്പോഴോ അല്ലെങ്കിൽ പണ്ടോ നാട് വിടലിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്താണ് അതിന്റെ റിയാലിറ്റി? വിത്തൗട്ട് മണി. ഒരു ധൈര്യത്തിന് ഒരു കവർ ബ്രെഡും കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്, പിന്നെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും. ടാറ്റ. അമ്മയെ ഒരുവിധം ഓക്കെ ആക്കി. അമ്മയുടെ ഇത് പറയുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരിക്കും അറിയാലോ. വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇത് നോ മണിയും കൂടിയാണ്. എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഇനി എങ്ങനെയും ലിഫ്റ്റ് ഒക്കെ അടിച്ച് ഡയറക്റ്റ് തമിഴ്നാട് വണ്ടി കിട്ടുന്ന ഏതെങ്കിലും റൂട്ട് നിൽക്കണം. ഈ പരിപാടിക്ക് ഈ ഒരു മുതലായിരിക്കും എല്ലാവരുടെ മനസ്സിൽ വരുന്നത്. ഞാനങ്ങനെ കുറെ തമിഴ്നാട് വണ്ടിക്കൊക്കെ കൈ കാണിച്ച് ഒന്നും നിർത്തിയില്ല. അങ്ങനെ കുറച്ച് കടന്ന് മഴയായപ്പോഴത്തേക്കും ഇവിടെ ഒരു പള്ളിയിൽ കയറി നിന്നു. മഴ തീരാത്തതുകൊണ്ട് സമയം ഒരുപാട് വൈകി. ഇനിയിപ്പോ എങ്ങും സ്റ്റേ കിട്ടത്തുമില്ല. ഇന്ന് തുറക്കാൻ പോയി കുറച്ചു നേരം പള്ളിയൊക്കെ ഒന്ന് നടന്ന് വാച്ച് ചെയ്തു. ഇനി രാത്രിത്തെ ഫുഡ് ഒക്കെ ആക്കണം. ഫോണിലെ ചാർജ് കുറച്ച് അപ്പുറത്തായിട്ടൊരു തട്ടുകട കാണുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ ഒന്നുകൊണ്ട് എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റി. ഒരുപാട് നന്ദിയുണ്ട്. എന്റെ കയ്യിൽ ഇപ്പം 1 കവർ ബ്രെഡേ ഉള്ളു. ഇവിടെ നിന്ന് കഴിച്ചോട്ടെ. ഓക്കെ ആണല്ലോ? ആ, ഞാൻ ഇതുവരെ കഴിച്ചില്ല ഒന്നും. എനിക്ക് എന്നാ കുറച്ച് ചാറ് കാണും. ബ്രെഡ് ഉണ്ട്, പിന്നെ ഒരു പ്ലേറ്റ് ഇരിപ്പുണ്ട്. ഉറപ്പാണോ? ചെയ്യാൻ നല്ലതാ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ദോശ ആണോ? പൈസ ഇല്ല. ഓക്കെ ആണോ? കൊടുക്കാറുണ്ട്. നല്ല മനസ്സാ. കുറെ പാട് കിട്ടും ഇവിടെ വരെ ലിഫ്റ്റ് അടിച്ച് എത്താനായിട്ടാ. അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ് ചേട്ടൻ നമുക്ക് തന്ന ഫുഡ്. ഫുഡിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. എത്ര വേണേലും കഴിക്കാനാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആ, ഇത് മതി, ധാരാളം. യാത്രയിൽ എന്റെ ആദ്യത്തെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന ഇവിടെ നിന്ന്. അങ്ങനെ ഈ ചേട്ടൻ ഉണ്ടോണ്ട് രാത്രിത്തെ ഫുഡും ഇവിടുന്ന് സെറ്റായി. അടിപൊളി ഫുഡായിരുന്നു. വയറും മനസ്സും നിറഞ്ഞു. ഇവിടെ എന്താ, ഞാൻ പോവാണ്. കാണാം, ഒരിക്കലും മറക്കില്ല. ഇന്ന് ഓക്കെ ആവാഞ്ഞത് സ്റ്റേയുടെ കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ പള്ളിയുടെ മുമ്പിൽ നിൽക്കുവാണ്, ഞാൻ മാത്രം. ഇവിടെ പട്ടിശല്യം ഉണ്ടെന്നാണ് തട്ടുകടയിലെ ചേട്ടൻ പറഞ്ഞത്. പള്ളിയുടെ അകത്തൊക്കെ കയറാൻ പറ്റും, പക്ഷെ അകത്ത് കയറിയ മേൽക്കൂരയൊന്നുമില്ല, മൊത്തം പൊളിഞ്ഞ് കിടക്കുക. വവ്വാലിന്റെ അങ്ങനെ എന്തൊക്കെയോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും സ്റ്റേയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി.